യെസ്, അപ്പോൾ വെള്ളപ്പൊക്ക അല്ലെങ്കിൽ കാലവർഷ ദുരിതം അനുഭവിക്കുകയാണ് ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളും, പ്രത്യേകിച്ച് അസമിൽ 95 പേരാണ് ഇതുവരെ വെള്ളപ്പൊക്കത്തിൽ അല്ലെങ്കിൽ പ്രളയത്തിൽ ജീവൻ നഷ്ടമായവർ. അതിപ്പോൾ ഔദ്യോഗിക കണക്കാണ്. ഇനിയും കാണാതായ ആളുകൾ അധികമുണ്ടെന്ന വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. എന്തായാലും കാലവർഷം ഇനിയും വലിയ അപകടങ്ങളും ദുരന്തങ്ങളൊന്നും ഇല്ലാതെ പെയ്തു തോരട്ടെ എവിടെയും എന്ന് നമുക്ക് വിചാരിക്കാം. മറ്റു ചില വാർത്തകളിലേക്ക് പോവുകയാണ്. അത് കോതമംഗലം ഇൻസ്പെക്ടറെ ഭീഷണിപ്പെടുത്തിയ കേസിലെ പ്രതിയായ അർജുൻ ആയങ്കിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിരിക്കുന്നുവെന്ന വാർത്തയാണ്. ആയങ്കി സംസ്ഥാനം വിട്ടുപോകാൻ സാധ്യതയില്ല എന്നും ഉടനെ തന്നെ പിടികൂടാൻ കഴിയുമെന്നുമാണ് പോലീസിന്റെ നിഗമനം. അവസാന ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം. തെരച്ചിൽ പുരോഗമിക്കുമ്പോഴും സമൂഹ മാധ്യമങ്ങൾ വഴി ആയങ്കി നിരന്തരം പ്രതികരണം നടത്തുന്നത് പലരുടെയും സഹായത്തോടെയാണെന്നും പോലീസ് വിലയിരുത്തുന്നുണ്ട്. ഷീന മാർട്ടിൻ വിശദാംശങ്ങളുമായി ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ഷീന, പോലീസിന് വലിയ തലവേദന ഉണ്ടാക്കിക്കൊണ്ടാണ് പോലീസിന്റെ ഉറക്കം കെടുത്തിക്കൊണ്ടാണ് പലയിടങ്ങളിലേക്കായി നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നത് അർജുൻ ആയങ്കി. ഇപ്പോൾ ഇന്നലെ പാലക്കാട്ടേക്ക് കടന്നതായുള്ള സൂചനകളുണ്ടായിരുന്നു. പാലക്കാട്ട് വലിയ തെരച്ചിൽ നടത്തി, പക്ഷേ കിട്ടിയിട്ടില്ല. സഹോദരനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ സഹോദരനെയും സുഹൃത്തിനെയും ഒക്കെ കസ്റ്റഡിയെടുത്ത് ചോദ്യം ചെയ്തതിൽ നിന്ന് അർജുൻ ആയങ്കി പോകാനിടയുള്ള സ്ഥലങ്ങളെക്കുറിച്ച്, സാഹചര്യങ്ങളെക്കുറിച്ച് എന്തെല്ലാം സൂചനകളാണ് ഇപ്പോൾ പോലീസിന് കിട്ടിയിട്ടുള്ളത്? ഏതെല്ലാം വഴിക്കാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ പിന്തുടരുന്നതും തെരയുന്നതും പോലീസ്? ഈ സുഹൃത്ത് അഖിലിനെ ഇപ്പോൾ നിലവിൽ ഊന്നുകൽ സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഊന്നുകൽ സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്യൽ തുടരുക തന്നെയാണ്. പക്ഷേ സുഹൃത്തായിട്ടുള്ള ദീപ്തിയുടെയും അതേപോലെ തന്നെ സഹോദരൻ അഖിലിന്റെയും ഒപ്പം തൃശ്ശൂർ വരെ ഉണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ കണ്ടിട്ടില്ല, പിന്നീട് അറിയില്ല എന്നൊരു വിവരമാണ് അഖിൽ പോലീസിന് ഇതുവരെ നൽകിയിട്ടുള്ളത്. പക്ഷേ സുഹൃത്തായ ദീപ്തിയിൽ നിന്ന് വിവരങ്ങളൊന്നും തന്നെ പോലീസിന് ലഭ്യമായിട്ടില്ല. എന്തായാലും രണ്ടുപേരെയും പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്, വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഈ കോതമംഗലം CIയെ ഭീഷണിപ്പെടുത്തിയ കേസ് ഊന്നുകൽ CI അന്വേഷിച്ചു വരികയായിരുന്നു. ഇതിനിടയിലാണ് ഊന്നുകൽ CIയെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്നത്. പിന്നീട് ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്നു. പിന്നീട് ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം വരുമ്പോൾ അതിനെതിരെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസവും കൂടി ഇന്നലെ രാത്രിയിലാണ് അർജുൻ ആയങ്കിയുടെ അവസാന പോസ്റ്റ് വരുന്നത്. അതൊരു QR കോഡ് കൂടി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചുകൊണ്ടായിരുന്നു. അതായത് സ്വർണ്ണക്കടത്ത് കേസിൽ, സ്വർണം കള്ളക്കടത്തി എന്നുള്ള കേസിൽ വലിയ ഫണ്ടൊന്നും തന്റെ കയ്യിലില്ല, അതുകൊണ്ട് സംഭാവന ചെയ്യണം എല്ലാവരും, ഫണ്ടില്ല, കേസ് നടത്താൻ ഫണ്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആഭ്യന്തരമന്ത്രിയെ പരിഹസിച്ചുകൊണ്ടുള്ള തരത്തിലുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു ഇന്നലെയും ഇൻസ്റ്റാഗ്രാമിൽ പ്രത്യക്ഷപ്പെട്ടത്. അങ്ങനെ ഒളിഞ്ഞിരുന്നുകൊണ്ട് പോസ്റ്റ് ഇടുകയാണ് മറ്റു പലരും. ആകാശ് തിലങ്കരി അടക്കമുള്ളവർ പിന്തുണയുമായിട്ടുള്ള പോസ്റ്റുകളുമായി വരുന്നു. അങ്ങനെ സൈബർ ഇടങ്ങളിലെല്ലാം ഇപ്പോൾ ഒരു പേര്, അർജുൻ ആയങ്കി എന്നുള്ള പേര് തന്നെ നിറയുകയാണ്. പോലീസും വ്യാപകമായ തെരച്ചിലാണ് നടത്തുന്നത്. എറണാകുളത്ത് തന്നെ ഉണ്ടാകാം എന്നൊരു പ്രാഥമികമായ നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അതിൽ തന്നെ സംസ്ഥാനം വിട്ടുപോകാൻ യാതൊരു സാധ്യതയും ഇല്ല എന്നൊരു നിഗമനവും കൂടി പോലീസിനുണ്ട്. അങ്ങനെ തൃശ്ശൂരും പാലക്കാടും ഇപ്പോഴും വ്യാപകമായിട്ടുള്ള തിരച്ചിൽ നടക്കുന്നുണ്ട്. എറണാകുളത്തും ജില്ലാ അതിർത്തികളിലെല്ലാം തന്നെ അർജുൻ ആയങ്കിക്കുള്ള തിരച്ചിൽ പോലീസ് വ്യാപകമാക്കിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഹൈക്കോടതി ജാമ്യം നിഷേധിച്ച കേസാണ്. അപ്പോൾ ഇനി സുപ്രീം കോടതിയിലേക്ക് ജാമ്യാപേക്ഷയുമായി പോകുന്നതിന് മുൻപ് അർജുൻ ആയങ്കിയെ എത്രയും വേഗം പിടികൂടണം എന്നൊരു ലക്ഷ്യത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. സൈഫു, യെസ്, അപ്പോൾ അർജുൻ ആയങ്കിക്ക് പിന്നാലെയുണ്ട് പോലീസ്. പക്ഷേ ആയങ്കിയെ പിടികൂടാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇൻസ്പെക്ടറെ ഭീഷണിപ്പെടുത്തിയെന്നതാണ് അർജുൻ ആയങ്കിക്കെതിരെയുള്ള കേസ്. ഒപ്പം തന്നെ 2021 സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് തിരയുന്ന ഒരു പ്രതി കൂടിയാണ് അർജുൻ ആയങ്കി. എന്തായാലും ആയങ്കിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് അതിൻ്റെ അപ്ഡേറ്റ് എന്താകുമെന്ന് വരും മണിക്കൂറുകൾ നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്.